ഹീലിട്ട് നടക്കുന്ന പെമ്പിള്ളേരെ എന്താ ആൾക്കാർക്ക് ഇഷ്ടമല്ലേ? എന്റെ കാലൊടിഞ്ഞ്. നിന്റെ നാക്കിന്റെ ഗുണമാ നിനക്ക് ഇപ്പൊ തന്നെ കിട്ടിയത്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എന്താ കരുനാക്കാണോ എന്റെ ഹിറ്റ്ലറെ? നാം എടുത്ത് വളച്ചില്ല, അതിനു മുമ്പ് ദേ കിടക്കുന്നു ഞാൻ താഴെ. കരിങ്കണ്ണൻ മത്തായിന്ന് കേട്ടിട്ടുണ്ട്, ഇപ്പൊ കണ്ടു കരിങ്കണ്ണൻ ഹിറ്റ്ലറെ. എന്റെ അമ്മോ, എണീക്കാനും പറ്റണില്ല. ഒന്ന് പിടിച്ചെഴുന്നേപ്പിച്ചടോ. ഒരാള് വീണുപോയാൽ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നതാണ് സാമാന്യ മര്യാദ. പക്ഷേ നിന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ എനിക്ക് മനസ്സില്ല. ഞാൻ എന്റെ മുറിയിൽ ഇടിച്ചു കയറിയതിന് ദൈവം നിനക്ക് തന്ന ശിക്ഷയാടിയത്. അനുഭവിക്ക്. ദുഷ്ടനാ നിങ്ങള്, പരമദുഷ്ടൻ. അതെ, സമ്മതിച്ചു. അതുകൊണ്ട് ഈ ദുഷ്ടന്റെ സഹായം നിനക്ക് വേണ്ട. എന്തും ഒറ്റയ്ക്ക് ചെയ്യാൻ ധൈര്യമുള്ള ആളല്ലേ? തന്നെത്താൻ അങ്ങ് എഴുന്നേറ്റാ മതി. ദേ, മേലിൽ എന്റെ മുറി കേറി പോരുത്, മനസ്സിലായടി? എടോ ഹിറ്റ്ലറെ, പരമദുഷ്ടോ, ഒന്ന് പിടിച്ചെഴുന്നേപ്പിച്ചിട്ട് പോടോ. തന്റെ തലയിൽ ഇടുത്തീ വീഴൂടോ. തനിക്ക് ഒമക്രം വരും, ദുഷ്ടൻ. എന്റെ കാലേ. ആ ഹിറ്റ്ലർ പ്രാഗിയതാന്ന് തോന്നുന്നു. ഓന്റെ കാലുണക്കി. Lean and mean when I'm on the scene. Jump around, jump around, jump around now. Jump up, jump up. Wow, so nice. കൊള്ളാം. ഈ നോയ പാത്തി പൊളിക്കും. പൊളിക്കുമെന്നല്ല, പൊളിച്ചടുക്കും. തരച്ചി, നമുക്ക് സെൽഫി എടുക്കാം. കൊള്ളാം. ആഘോഷം തുടങ്ങിയില്ല, അതിനു മുമ്പേ സെൽഫി എടുക്കാൻ തുടങ്ങിയോ? വാ മായച്ചി, നീ എടുക്ക. കൊള്ളാലോ. ഇത് ആരൊക്കെയായി വന്നിരിക്കുന്നേ? വരൂ വരൂ. ഇവളുമാർക്കെന്താ ഇത്ര ചിരി? ഉള്ളിൽ നിറച്ച് വിഷമായിരിക്കും. ഏത് നേരത്തെ വിഷപ്പല്ല് കൊണ്ട് കടിക്കുന്നറിയില്ല. സുഖല്ലേ അങ്കിൾ? സുഖാണ് മോളെ. നിങ്ങളൊക്കെ ഞങ്ങളോട് ഇത്രയും സന്തോഷത്തോടെ പെരുമാറുന്നത് കാണുന്നത് തന്നെ ഒരു സുഖമല്ലേ? അതെ അതെ, ഇതിൽ പരം ഒരു സന്തോഷം വേറെ ഉണ്ടോ? എല്ലാ സന്തോഷവും ഇന്നത്തോടെ തീരും. ഇന്നത്തെ ആഘോഷത്തിന്റെ ബഫൂൺ ഇയാളാണ്. ഈ ന്യൂ ഇയറിന്റെ കോമാളി. കരഞ്ഞുകൊണ്ടേ ഇന്നെല്ലാം ഈ അമരാവതിയുടെ പടി വിട്ടിറങ്ങും. നിങ്ങൾ വരാതിരിക്കുമെന്ന് പേടിച്ചിരിക്കായിരുന്നു ഞങ്ങള്. അതിനെന്തിനാ പേടിക്കുന്നത്? അല്ല, അത് പിന്നെ പലപ്പോഴും നിങ്ങളോട് ഞങ്ങൾ റഫായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ വിഷമത്തില് വരാതിരിക്കുമെന്ന് സംശയിച്ചു. എന്തായാലും വന്നല്ലോ, അപ്പൊ നമുക്ക് ഈ ആഘോഷം അടിച്ചു പൊളിക്കണം. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. അങ്കിളും ആന്റിക്കും ഞങ്ങളുടെ ബെസ്റ്റ് വിഷസ്. സെയിം ടീം മോളെ.
കുടിക്കാൻ എന്താ എടുക്കേണ്ടത്? ജ്യൂസോ അതോ കോഫിയോ? ഒന്നും വേണ്ട, ഞങ്ങൾ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. ആ അത് പറഞ്ഞാ പറ്റില്ല. ഇന്നത്തെ ഞങ്ങളെ സന്തോഷം നിങ്ങളൊക്കെ വന്നതാ. ഞാൻ ജ്യൂസ് എടുക്കാം. ഓ, ജ്യോതി ഇപ്പൊ വരും. അപ്പോഴേക്കും ഞങ്ങൾ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വാ. സുധേട്ടാ, നേരം പകല് തന്നെയല്ലേ? അതെന്താ നിനക്കൊരു സംശയം? അല്ല, ഇവളുമാരുടെ അമിത സ്നേഹം കാണുമ്പോ എനിക്കങ്ങ് ഛർദിക്കാൻ വരുന്നു. എടി, അവരൊക്കെ ചിലപ്പോ നന്നായി കാണും. പിന്നെ നന്നാവും. മണൽപ്പാമ്പുകളുടെ ജന്മോ ആ പോയ 3 എണ്ണം. കാണുമ്പോ മണലാണെന്ന് കരുതി നമ്മൾ അങ്ങ് കയറി ചവിട്ടും. മണലേതാ പാമ്പ് ഏതാണെന്ന് തിരിച്ചറിയുകയേയില്ല. മണലിനകത്ത് ഉടലും പൂഴ്ത്തി കടിക്കാൻ തക്കം പാർത്ത് കിടക്കുന്ന പാമ്പ് അവസരം കിട്ടിയ അപ്പ കടിക്കും. വിഷം ചീറ്റാൻ നീ ഒട്ടും മോശമല്ലല്ലോ. വിഷപ്പല്ല് താഴ്ത്തി കടിക്കുന്നതിന് അവരെക്കാൾ മിടിക്ക് നീ തന്നെ. ദേ, അതിനിടയ്ക്ക് എനിക്കിട്ടൊരു കുത്ത്. ദേ മനുഷ്യ, എന്റെ തനി കൊണം എടുപ്പിക്കരുത്, പറഞ്ഞേക്കാം. ഇപ്പൊ കറക്റ്റായി. ഇത് തന്നെ ഞാൻ ഉദ്ദേശിച്ചു. പാമ്പ്. ദേ മനുഷ്യ, പാമ്പല്ല, ബലൂൺ. മമ്മി, ആ, മോളെ സുഖല്ലേ? ആ പ്രിയമോളോടെ? അവള് മുറിയിലുണ്ട് അച്ഛാ. അവള് മറ്റുള്ള കുളിപ്പിച്ചൊരുക്കിയിരിക്കും. മതി, അതൊന്നും സംസാരിക്കാനുള്ള അവസരമല്ല ഇത്. എല്ലാവരും ചേർന്ന് പിണക്കങ്ങളൊക്കെ മറന്ന് സന്തോഷിക്കാൻ കൂടിയ ദിവസമാണിത്. അത് നീയായിട്ട് അലമ്പാക്കരുത് പ്ലീസ്. ആന്റി, അങ്കിൾ, ജ്യൂസ് കുടിക്ക. ഇന്ന് നമ്മൾ കടിച്ചു പൊളിക്കണം. എല്ലാവരും സന്തോഷത്തോടെ ന്യൂ ഇയർ ആഘോഷിക്കണം. അതുകൊണ്ട് ഇന്ന് പഴയ പിണക്കങ്ങൾക്കൊന്നും സ്ഥാനമില്ല. ജ്യോതി, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ചിത്രേ, ജ്യോതിക്ക് ജ്യൂസ് കൊടുക്ക്. ജ്യോതി, ഇവരെന്റെ മരുമക്കള് തന്നെയല്ലേ, അതോ ഇവർക്ക് ആള് മാറിപ്പോയതാണ്? ഈശ്വര, ഇത്ര പെട്ടെന്ന് ആർക്കെങ്കിലും ഇങ്ങനെ മാറ്റം വരുമോ? ജ്യൂസ് കുടിക്ക ജ്യോതി. കുടിച്ചോ ജ്യോതി. ഇന്നത്തെ ദിവസം ആർക്കും തമ്മിൽ പിണക്കവും പരിഭവവും ഒന്നുമില്ല. എല്ലാ പിണക്കങ്ങൾക്കും ഇന്ന് അവധി. ആഘോഷം മാത്രമേ ഉള്ളൂ. ആ, ഗസ്റ്റുകളൊക്കെ വന്നു തുടങ്ങി. ഞങ്ങളെന്നാ അങ്ങോട്ട് നിൽക്കട്ടെ. ശരി മോളെ. എന്താടി ഇതൊക്കെ ഇങ്ങനെ അഭിനയിക്കാൻ ഇവിടെ ഇപ്പൊ എന്തുണ്ടായി? സ്നേഹം വഴിഞ്ഞൊഴുകാണല്ലോ 3 എണ്ണത്തിനും. ഈ അമിത സ്നേഹപ്രകടനം കണ്ടെന്നും മമ്മി അവരെ വിശ്വസിക്കണ്ട. എന്തെങ്കിലും രഹസ്യമായ പദ്ധതി ഒരുക്കിയിട്ടായിരിക്കും പുറമേ ഈ സ്നേഹപ്രകടനം നടത്തുന്നത്. എന്നോട് അവളുമാരുടെ ഒരു കളിയും നടക്കത്തില്ല. DK വരുന്നു. ഗുഡ് ഈവനിങ് അങ്കിൾ. ഗുഡ് ഈവനിങ്. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും സുഖമല്ലേ? ആ, ഈശ്വരനെ അനുഗ്രഹിച്ച് എല്ലാം നന്നായിരിക്കും. പുതുവർഷം പിറക്കുമ്പോ എല്ലാരും കൂടെ ഇങ്ങനെ ഒന്നിച്ചു കൂടുന്നത് തന്നെ സന്തോഷമുള്ള ഒരു കാര്യമല്ലേ? അതെ അങ്കിൾ, ഈ ആഘോഷം എല്ലാവർക്കും വേണ്ടിയാ. കഴിഞ്ഞതെല്ലാം മറന്ന് എല്ലാവരും സന്തോഷമായിരിക്കും. അക്കാര്യത്തില് DKക്ക് ഒട്ടും ടെൻഷൻ വേണ്ട. ഞങ്ങൾ ഈ ഫംഗ്ഷനില് എല്ലാവർക്കും സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും എന്റർടൈൻ ചെയ്യിക്കാൻ പറ്റിയ ചില ഗെയിമുകൾ തന്നെയാ ഞങ്ങളുടെ പ്ലാനിങ്. മാത്രമല്ല, ചില സമ്മാനങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ട്. DK തന്നെ വേണം അതൊക്കെ കൊടുക്കാൻ. ഫാൻസി ഡ്രസ് മത്സരം കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഫാൻസി ഡ്രസ്സോ? ആരേതൊക്കെ തീരുമാനിച്ചത്? അയ്യോ, ഞാനല്ല DK, വായിച്ച പ്ലാൻ ചെയ്തത്. മായയുടെ പ്ലാനിങ് ആണെങ്കിൽ അതിലൊരു കുറവും സംഭവിക്കില്ല. മറ്റു ചിലരായിരുന്നെങ്കിൽ ന്യൂ ഇയർ ആഘോഷം മണ്ടത്തരങ്ങളുടെ ഘോഷയാത്ര ആയനെ. ശരി, അപ്പോ നിങ്ങളുടെ പ്ലാനിങ് നടക്കട്ടെ.
ഇവളുമാരുടെ പ്ലാനിങ്ങിൽ ഒരു ദുരൂഹതയുണ്ടല്ലോ. മോളെ ഞങ്ങൾ പത്മാവതി അമ്മയെ ഒന്ന് കണ്ടിട്ട് വരാം. ഡേക്ക് എനിക്ക് 1 മാസത്തെ സമയം ഡെഡ്ലൈൻ തന്ന കാര്യം ഇവളുമാരറിഞ്ഞിട്ടുണ്ടാവോ? എനിക്കുള്ള യാത്രയെപ്പാണോ ഇവര് പ്ലാൻ ചെയ്യുന്നത്? അതിനൊരു മറുപടി കൊടുത്തേ പറ്റൂ. ഒന്നുകിൽ ഞാൻ ഡീക്കയുടെ തെറ്റ് തെളിയിക്കണം, അല്ലെങ്കിൽ സ്വയം തെറ്റ് സമ്മതിച്ച് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോണം. ഇന്നത്തെ ന്യൂ ഇയർ ആഘോഷം എനിക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ രാത്രി കൊണ്ട് ഒരു തീരുമാനത്തിലെത്തിയേ തീരും. നാളെ ഞാൻ ഈ അമരാവതിയിൽ വേണോ വേണ്ടയോ എന്ന് ഈ ന്യൂ ഇയർ ആഘോഷം തീരുമാനിക്കും. എന്റെ വിധി തീരുമാനിക്കുന്ന രാത്രിയായത്. എന്ത് സംഭവിച്ചാലും ഈ രാത്രി സത്യം തെളിയിക്കും ഞാൻ. ഇയാളുടെ ശല്യം വിട്ട് പോകുന്നില്ലല്ലോ ഈശ്വര. ഈ CBIക്കാർക്ക് എന്തോ ന്യൂ ഇയർ ഒന്നുമില്ലേ? ഇങ്ങനെ ന്യൂസൻസ് ഉണ്ടാക്കാതെ അതൊന്ന് എടുത്തൂടെ? അതോ ഇനി വേറെ ആരെങ്കിലും വരണോ നിന്റെ ഫോൺ എടുക്കാൻ? ദയവ് ചെയ്ത് ഈ പാർട്ടിയെങ്കിലും ചീട്ടുകളി പാർട്ടി പോലെ ആക്കരുത്. ഓഹോ, അതിനിപ്പോ എന്നെ കുറ്റപ്പെടുത്താനാണോ ഭാവം? അന്തസ് വേണം ഹിറ്റ്ലറെ, അന്തസ്. അന്ന് ആ മാലപ്പടക്കത്തിന്റെ ഇടയിൽ കിടന്ന് പഴയ ആക്രി വണ്ടി പൊട്ടിത്തെറിക്കുന്ന പോലെ ടപേ ടപേ ടപേന്ന് നിങ്ങൾ പൊട്ടിച്ചെതറിപ്പോയേനെ. ഈ ഹിറ്റ്ലറിന്റെ കൈയും കാലും ചെവിയും മൂക്കും, പിന്നെ ഈ വൃത്തികെട്ട നാക്കും, പിന്നെ കോട്ടിട്ട ഈ വയറും എല്ലാം പീസ് പീസായി ഈ അമരാവതി നിറയെ ചിന്നിച്ചെതറി അങ്ങ് വീണേനെ. കാണാൻ തന്നെ എന്തൊരു വൃത്തിയോടായനെ. അവിടുന്ന് രക്ഷിച്ചതേ ഈ ഞാനാ. ബേക്കറിക്കാരി, മരമണ്ടി. ജീവൻ രക്ഷിച്ചവളോട് നന്ദി കാണിക്കണ്ട, പക്ഷെ അപമാനിക്കരുത്, ഇങ്ങനെ ചവിട്ടി തേക്കരുത്. അതിനുള്ള അന്തസ്സെങ്കിലും കാണിക്കണം. മതി വീരസ്യം പറഞ്ഞത്. നീ എന്റെ ജീവനൊക്കെ രക്ഷിച്ചു, പക്ഷേ എന്ന് കരുതി നിന്റെ മണ്ടത്തരങ്ങളെല്ലാം സഹിക്കാൻ എന്നെ കിട്ടില്ല. കഴിഞ്ഞ കൊല്ലം മുഴുവൻ ഞാൻ നിന്നെ സഹിച്ചത് പോരെ? ഈ പുതുവർഷത്തിലെങ്കിലും നിനക്ക് എവിടുന്ന് പൊയ്ക്കൂടെ? കഴിഞ്ഞ വർഷം ശനി ബാധിക്കുന്ന പോലെ നീ എന്നെ ബാധിച്ചതാ. അത് ഈ പുതിയ വർഷവും ഞാൻ അനുഭവിക്കണോ? അത് മാത്രമല്ല, ഒരുപാട് ഗസ്റ്റുകൾ വരുന്നുണ്ട്. അവരിൽ നിന്നൊക്കെ നീ കുറച്ച് അകലം പാലിക്കുന്നത് നല്ലതാ. നീ ഇവിടെ ആയതുകൊണ്ട് കഴിഞ്ഞ കൊല്ലം നിന്റെ നാട്ടിൽ പോലും എത്ര സമാധാനമായിരുന്നു. ഞാൻ നിനക്കൊരു ടാർഗറ്റ് തന്നിട്ടുണ്ട്. 1 month ടൈം ലിമിറ്റ്. അതിനുള്ളിൽ നീ ഇവിടുന്ന് പോയേ പറ്റൂ. അയ്യാ, ഒരഴകിയ രാവണം ഭരിക്കുന്ന അമരാവതി കൊട്ടാരത്തില് രാജ്ഞിയായിട്ട് വാഴാൻ എനിക്ക് ഒട്ടും ആഗ്രഹമില്ല. ഈ ചെകുത്താൻകോട്ടയെന്ന് എങ്ങനെയെങ്കിലും എനിക്കൊന്ന് രക്ഷപ്പെട്ടാ മതി. എന്റെ അമ്മോ, മതിയായി എന്റെ പൊന്നു ചേട്ടാ. ഓ, ജീവിതം തന്നെ മതിയായി. എന്തായാലും ഉടനെ തന്നെ ഞാൻ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാം. വെരി ഗുഡ്. അങ്ങനെ സംഭവിച്ചാൽ നിനക്ക് ഞാനൊരു താങ്ക്സ് പറയും. എന്റെ ഹൃദയത്തിൽ തട്ടിയ ഒരു താങ്ക്സ്. അലക്കയുടെ മൂട്. ആർക്ക് വേണം നിങ്ങളുടെ താങ്ക്സ്? അത് കൊണ്ടുപോയി നിങ്ങളുടെ വളർത്തപ്പെട്ടില്ലേ റോക്കി, അതിന് 3 നേരമായിട്ട് പുഴുങ്ങി തിന്നാൻ കൊടുക്കുന്നു. അതെ, നാളെ നേരം പുലരുമ്പോ ഞാൻ ഈ അമരാവതിയിൽ ഉണ്ടാവാതിരിക്കാൻ മനസ്സിരുത്തി അങ്ങ് പ്രാർത്ഥിക്കും. അതെ ഹിറ്റ്ലറെ, ഈ രാത്രി ഒരു കാളരാത്രിയാ നിങ്ങൾക്കും എനിക്കും. അതുകൊണ്ട് മനസ്സറിഞ്ഞങ്ങ് പ്രാർത്ഥിക്കും.
എന്താ അവൾ പറഞ്ഞതിനർത്ഥം? ഈ രാത്രി ഈ വീട് വിട്ടു പോകുന്നല്ലേ? എങ്കിൽ പിന്നെ അതിനു വേണ്ടി മനസ്സിരുത്തി ഒന്ന് പ്രാർത്ഥിച്ചേക്കാം. എന്റെ ഉണ്ണിക്കണ്ണ, അവളുടെ ആഗ്രഹം നീ അങ്ങ് സാധിച്ചു കൊടുത്തേക്കണേ. നിനക്ക് ഞാൻ എന്ത് വേണമെങ്കിലും തരാം. നാളെ നേരം പുലരുമ്പോ അവൾ ഈ വീട്ടിലുണ്ടാവരുത്. ഒരുപാട് ഗസ്റ്റുകൾ വരുന്നുണ്ട്. അവരിൽ നിന്നൊക്കെ നീ കുറച്ച് അകലം പാലിക്കുന്നത് നല്ലതാ. ഫംഗ്ഷനിൽ നിന്ന് ദൂരെ മാറി നിൽക്കണമെന്ന് ഗസ്റ്റുകളുടെ അടുത്തൊന്നും പോവാൻ പാടില്ല പോലും. DKയുടെ ഉത്തരവ്. ഞാനെന്താ ഈ വരുന്ന ഗസ്റ്റുകളുടെ തലയിൽ കയറിയിരിക്കുന്നാണോ DK വിചാരിച്ചിരിക്കുന്നത്? ഇയാളൊരു വലിയ ഹിറ്റ്ലർ വന്നേക്കുന്നു. അയാൾ എന്താ പറഞ്ഞത്? 1 മാസത്തിനകം അയാളുടെ തെറ്റ് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണോന്ന്. നടന്നത് തന്നെ. ഞാൻ എന്തായാലും തെറ്റ് സമ്മതിക്കുന്ന പ്രശ്നമേ ഇല്ല. അയാളാണ് തെറ്റുകാരനെന്ന് ഞാൻ എല്ലാവരുടെയും മുന്നിൽ തെളിയിക്കും. പ്രിയയെ കിഡ്നാപ്പ് ചെയ്തത് അയാൾ തന്നെ. രക്ഷപ്പെടാൻ നോക്കുന്നത് നിങ്ങളാ. ആ കിഡ്നാപ്പറുടെ മാസ്കും കത്തിയും നിങ്ങളുടെ റൂമിൽ എങ്ങനെയാ വന്നത്? പറയാ, നിങ്ങൾക്കിതിൽ എന്താ പങ്ക്? ആ കിഡ്നാപ്പർ നിങ്ങളുടെ ആരാന്ന്? പ്രിയയെ മുന്നിൽ നിർത്തി അയാൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തു. എന്നിട്ട് നിർബന്ധിച്ച് എന്നെ കല്യാണ മണ്ഡപത്തിൽ കൊണ്ടിരുത്തി. എന്നെ താലി കെട്ടി. അന്ന് അയാൾ എന്റെ കഴുത്തിലിട്ടത് പൂമാലയല്ല, മുള്ളുമാലയോ. മുള്ളുമാല. അതിന്റെ കുത്തല് ഇപ്പോഴും എന്റെ കഴുത്തിൽ നിന്ന് പോയിട്ടില്ല. എന്നിട്ട് എന്നോട് തെറ്റ് സമ്മതിക്കണമെന്ന്. സമ്മതിക്കും. ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കാൻ എന്നെ കിട്ടില്ല. അയാളാണ് തെറ്റുകാരനെന്ന് എല്ലാവരുടെ മുമ്പിൽ പ്രൂവ് ചെയ്തിട്ടേ ഞാൻ ഇവിടെ വിട്ട് പോവും. ഇവനും തമ്മിൽ എന്താ ഇടപാട്? ഇത്രയ്ക്ക് കാര്യമായിട്ട് എന്താ ഇവനോട് മമ്മിക്ക് സംസാരിക്കാനുള്ളത്? ഇവൻ ആരാന്നുള്ള യഥാർത്ഥ സത്യം അറിഞ്ഞിരുന്നെങ്കിൽ മമ്മി എന്നേ ഇവനെ അടിച്ചോടിച്ചാണ്. പ്രിയയ്ക്കൊരു 2ാം കെട്ടുകാരനെ ആയാലും മതിയെന്ന് മമ്മി പറഞ്ഞതാ. ഇവന് കിട്ടിയ ഒരു പിടിവള്ളി. അതിന്റെ പുറത്താ ഇവൻ മമ്മിയെ ട്രാപ്പിലാക്കാൻ നോക്കുന്നത്. ഇവനെ വിശ്വസിച്ച് പ്രിയ അവന് കല്യാണം കഴിച്ചു കൊടുത്ത സൂര്യ ഇപ്പൊ കിടക്കുന്നത് പോലെ ഭാവിയിൽ എന്റെ അനിയത്തിയും കിടക്കേണ്ടി വരും. അതിന് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ഈശ്വര, എന്നെക്കൊണ്ട് എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നേ? ഒരു സൈഡില് CBIക്കാരന്റെ ഭീഷണി, മറു സൈഡില് 1 മാസം കൊണ്ട് എല്ലാം തെളിയിച്ചിറങ്ങി പോണോന്ന് പറഞ്ഞ DKയുടെ ഭീഷണി. അതിനിടയിലെ ഇവന്റെ പ്ലാനിങ്ങും. ഞാൻ എന്ത് ചെയ്യോ എന്തോ. എങ്ങനെയെങ്കിലും ഇത് തീർത്തേ പറ്റൂ. ആദ്യം DKയുടെ പ്രശ്നം സോൾവ് ചെയ്യണം. DKയാണ് തെറ്റുകാരനെന്ന് മറ്റുള്ളവരുടെ മുന്നിൽ പ്രൂവ് ചെയ്ത പകുതി പ്രശ്നം തീർന്നു. എന്നിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം. ഇല്ലെങ്കിൽ
മറ്റെല്ലാ പ്രശ്നങ്ങളും എന്റെ പിന്നാലെ വരും. ഈശ്വര, DK തന്നെയാണ് ആ കിഡ്നാപ്പർ എന്ന് തെളിയിക്കാൻ എന്തോ ഒരു വഴി. എന്തിനാ എന്റെ അനിയത്തെ പിടിച്ചു വച്ചിരിക്കുന്നേ? കണ്ടുപിടിക്കും, ഞാൻ കണ്ടുപിടിക്കും. എനിക്കറിയാം അതെങ്ങനെ കണ്ടുപിടിക്കണമെന്ന്.